ഞാനിപ്പോൾ നിൽക്കുന്നത് കൂർഗിലെ വളരെ പ്രശസ്തമായ ഗോൾഡൻ ടെമ്പിളിന് മുന്നിലാണ്. സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന നട്രോളിംഗ് മൊണാസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ വാസസ്ഥലങ്ങളിൽ ഒന്നാണ്. സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 16,000-ഓളം അഭയാർത്ഥികളും 600 സന്യാസിമാരും വസിക്കുന്നു. ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങളെ ചിത്രീകരിക്കുന്ന ചക്രമുള്ള 4 നില ഗോപുരമാണ് നട്രോളിംഗ് ആശ്രമത്തിൻ്റെ പ്രധാന കവാടം. 1950-ൽ ചൈനയുടെ അധിനിവേശം ആരംഭിച്ചതോടെയാണ് ടിബറ്റിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നതെന്ന് പറയാം. 1960-കൾ മുതൽ 1,50,000-ലധികം ടിബറ്റൻ അഭയാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ 1,20,000 അഭയാർത്ഥികൾ ഇന്ത്യയിലെ വിവിധ ക്യാമ്പുകളിലും സെറ്റിൽമെൻറ്റുകളിലും കഴിയുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യസഭയിൽ ഇന്ത്യൻ സർക്കാർ ദലൈലാമയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ടിബറ്റുകാരുടെ ഇന്ത്യയിലേക്കുള്ള പ്രവാസയാത്ര ആരംഭിച്ചത്. ടിബറ്റിന് പുറത്ത് ഏറ്റവും കൂടുതൽ ടിബറ്റൻ ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഏറ്റവും വലുതും പഴയതുമായ ടിബറ്റൻ സെറ്റിൽമെൻറ്റാണ് ബൈലക്കുപ്പയിലെ ഗോൾഡൻ ടെമ്പിൾ. ആകാശം മുട്ടുന്ന ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്ര ഗോപുരങ്ങൾ തന്നെയാണ് പ്രധാന ആകർഷണം. തുടക്കകാലത്ത് മുളയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏത് ഭാഗം നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരമായ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളെയാണ് ചുവരിൽ ചിത്രീകരിക്കുന്നത്. പ്രാർത്ഥനാ ചക്രങ്ങളും പ്രയർ ഡ്രമ്മുകളും അതുപയോഗിക്കുന്ന സന്യാസിമാരെയും എല്ലാം ഇവിടെ കാണാം. ബുദ്ധൻ, പത്മസംഭവ, അമിതായുസ് എന്നിങ്ങനെ ആകർഷകമായ 3 സ്വർണ്ണ പ്രതിമകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഓരോ പ്രതിമയ്ക്കും ഏകദേശം 40 അടി ഉയരമുണ്ട്. വിലയേറിയ കല്ലുകൾ കൊണ്ടാണ് ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. വിലയേറിയ കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും സ്വർണ്ണചിത്രങ്ങളും ക്ഷേത്രത്തിൽ ഉള്ളതിനാലാണ് സുവർണക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. പ്രവേശന കവാടത്തിലെ വാതിലുകൾ കടും ചുവപ്പ് നിറത്തിലാണ്. കൂടാതെ വലിയ സ്വർണ്ണ കൊത്തുപണികളും ഉണ്ട്. ശക്തമായി ഒരു നെയ്ത കയറും ഉണ്ട്. അതിൽ ഒരു തൊങ്ങൽ തൂങ്ങിക്കിടക്കുന്നു. ആശ്രമത്തിൻ്റെ ചുവരുകൾ പൂർണ്ണമായും ടിബറ്റൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1961-ൽ പ്രശസ്ത ലക്സം സാം ഡൂപ്ലിംഗ് ആണ് ബൈലക്കുപ്പ ആദ്യമായി നിർമ്മിച്ചത്. പിന്നീട് 1969-ൽ ഡിക്കി ലാർസോ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. 5000-ലധികം കന്യാസ്ത്രീകളും സന്യാസിമാരും അംഗങ്ങളായ നയിങ് മാപ്പ എന്ന പുരാതന ബുദ്ധമത പാരമ്പര്യത്തിൻ്റെ ഏറ്റവും അവിശ്വസനീയമായ ഉപദേഷ്ടാവാണ് സുവർണക്ഷേത്രം എന്നതിൽ സംശയമില്ല. ആശ്രമത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപകനായ നോർമോ പെമ റിംപോച്ചയുടെ ഒരു ഭീമൻ ചിത്രം ഉണ്ട്. ഒരു വലിയ കമാനവും ചെറിയ പ്രതിമകളും കവാടത്തിൽ ഉണ്ട്. ഈ ശില്പങ്ങൾ ബുദ്ധൻ്റെ സന്ദേശവാഹകരാണെന്ന് പറയപ്പെടുന്നു. കൊത്തിയെടുത്ത അക്ഷരങ്ങളുള്ള ഒരു വലിയ അലങ്കരിച്ച മണി കവാടത്തിന് തൊട്ട് മുമ്പിലുണ്ട്.